അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു മഹാവിപത്തിന് മുന്നിൽ നമ്മുടെ നാടാകെ വിറങ്ങലിച്ചു നിന്നപ്പോൾ മറ്റൊന്നും നോക്കി നിൽക്കാതെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് ചുരം കയറിയ കേരളത്തിന്റെ യുവത്വം നമുക്ക് നൽകിയ ധൈര്യവും ആത്മവിശ്വാസവും ചെറുതല്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും യുവജന വിഭാഗം ഒത്തൊരുമിച്ച് വയനാട്ടിലുണ്ടായിരുന്നു. ദിവസങ്ങളോളം രാവും പകലും അവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇന്നലെ പോലും മന്ത്രി PM മുഹമ്മദ് റിയാസ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ജനകീയ തിരച്ചിലിന്റെ ഭാഗമായി ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ മലയാളികളെ സംബന്ധിച്ച് അതൊരു അഭിമാന കാഴ്ചയാണ്. V വസീഫും രാഹുൽ മാങ്കൂട്ടത്തിലും PK ഫിറോസുമാണ് സൂപ്പർ 60യിൽ ഇന്ന് അതിഥികളായി ചേരുന്നത്. മൂന്ന് പേർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം നമ്മളോട് ഈ ഒരു മണിക്കൂറുകളിൽ ചേർന്നതിന്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ നാടിനൊരു ആപത്ത് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചിറങ്ങാമെന്ന് പറയുന്ന ആ ഒരു കരുത്തുണ്ടല്ലോ, അത് തന്നെയാണ് വലുതെന്ന് തോന്നുന്നു. സത്യത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ അത് തന്നെയല്ലേ നമ്മൾ കണ്ടത്, രാഹുൽ? തീർച്ചയായിട്ടും നമ്മുടെ നാടിന്, പ്രത്യേകിച്ച് മലയാള നാടിന് പ്രത്യേകതയുണ്ട്. നാട്ടിലൊരു ആപത്തുണ്ടാകുമ്പോ അവിടെ ആദ്യം ഓടി ഇറങ്ങും. അത് രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കുന്നില്ല. ഇപ്പോ അവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങളിലും തെരച്ചിൽ പ്രവർത്തനങ്ങളിലും ഒക്കെ ഇപ്പോ ഈ ഫ്രെയിമിലുള്ള 3 പേര് ഞങ്ങൾ 3 സംഘടനകളുടെ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ഒപ്പം ഞങ്ങളുടെയൊക്കെ സംഘടനയിൽ പെട്ട നിരവധി ചെറുപ്പക്കാർ, ഞങ്ങളുടെ സംഘടനയിൽ പെടാത്തവർ പോലും മറ്റു പല യുവജന സംഘടനകളുടെ ഭാഗമായിട്ടുള്ള നിരവധി ചെറുപ്പക്കാർ ഇത്രയും ദിവസം ഇന്നലെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ നാട്ടിൽ നിന്ന് വിളിക്കുകയാണ്. തിരുവനന്തപുരംകാരനാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. രതീഷ് എന്നാണ് പേര്. അപ്പൊ അദ്ദേഹം പെയിന്റിംഗ് പണിക്ക് ദിവസ ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ ആ പെയിന്റിങ്ങിന്റെ കോൺട്രാക്ടർ വിളിക്കുകയാണ്, പോയിട്ട് കുറെ ദിവസമായാലും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പൊ അങ്ങനെ വലിയ സമ്പാദ്യങ്ങളും ബാങ്ക് ബാലൻസും ഒന്നുള്ള ആളുകളല്ല ഈ രക്ഷാപ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അവിടേക്ക് വന്നിരിക്കുന്നതെല്ലാം ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരാണ്. അതിപ്പം ഞാൻ എന്റെ സംഘടനയുടെ പറയുമ്പോൾ ഇവർക്കെല്ലാം ഇതുപോലുള്ള അനുഭവങ്ങൾ പറയാനായിട്ടുണ്ടാകും. ഇനിയായാലും റോഷ്നി, നമ്മുടെ നാടിനൊരു ആപത്ത് ഉണ്ടാകുമ്പോൾ, നമ്മുടെ നാടിന്റെ ആവശ്യം ഉണ്ടാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഒരുമിച്ചുണ്ടാകും.